വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ എടക്കരയിലെ വിദ്യാർത്ഥിനികൾ ഒരുക്കുന്ന അൽ മുഖാറ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറകളിൽ നിന്നുള്ള പല വിധത്തിലുള്ള ആയത്തിലൂടെ അവസാന വാചകത്തിന്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് തുടങ്ങുന്നതാണ് അൽ മുഖാറ. നമുക്ക് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ما لهم به من علم ولا لآبائهم كبرت كلمة تخرج في قومهم إن يقولون إلا كذبا كلا إذا دكت الأرض دكا دكا ذلك الكتاب لا ريب فيه هدى للمتقين. ما ودعك ربك وما قلى. قل إن الأولين والآخرين. إنا أعطيناك الكوثر. كلا إن الإنسان ليطغى. يا أيها الإنسان ما غرك بربك الكريم. كلوا واشربوا هنيئا بما كنتم تعملون. تبارك الذي بيده الملك وهو على كل شيء قدير. قال يا ليت قومي يعلمون. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. صم بكم عمي فهم لا يعقلون. يا أيها المزمل من شر الوسواس الخناس. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. عاليهم ثياب سندس خضر واستبرق وحلوا أساور من فضة وسقاهم ربهم شرابا طهورا. طعام عسيم. ألم تر كيف فعل ربك بأصحاب الفيل. فالموريات قدرا. قل يحييها الذي أنشأها أول مرة بكل خلق عليم.
على صراط مستقيم مناع للخير معتد أثيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അടുത്തതായി ചോദ്യോത്തര സെക്ഷനാണ്. ആധുനിക കാലത്ത് ഇസ്ലാമിനെതിരെയുള്ള അടിസ്ഥാന ആരോപണങ്ങൾക്ക് അൽ മദ്രസത്തുൽ ഇസ്ലാമിലെ വിദ്യാർത്ഥിനികൾ ഉത്തരം നൽകുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം മിൻഹയോടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചെന്ന് പറയുന്ന വേദം പ്രമോട്ട് ചെയ്യുന്ന ദൈവം മക്ക മുശ്രിക്കുകളുടെ മാത്രം ഗോത്രദൈവമായല്ലേ പരിചയപ്പെടുത്തുന്നത്? അല്ലാഹു ഒരു ഗോത്രദൈവമല്ലേ? ഖുർആനിന്റെ തുടക്കം സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാവുന്നു സർവസ്തുതിയും. പിന്നെയും ഖുർആൻ പറയുന്നു റബ്ബുന്നാസ്, ജനങ്ങളുടെ നാഥൻ, അല്ലാതെ റബ്ബുൽ ഖുറൈശിയൻ, ഖുറൈശികളുടെ നാഥൻ എന്നല്ല. ലോകരക്ഷിതാവിനെ വെറും ഒരു ഗോത്രരക്ഷിതാവ് ആക്കുന്നത് സുഹൃത്തുക്കളെ തികച്ചും അന്യായമല്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു പ്രാദേശിക പ്രസിഡന്റായി മുദ്ര കുത്തുന്നത് രാജ്യദ്രോഹമാണെങ്കിൽ ലോകരക്ഷിതാവിനെ വെറും ഒരു ഗോത്രരക്ഷിതാവാക്കുന്നതിൽ നാം ഏതു ദ്രോഹമാണ് ചുമത്തുക? അടുത്ത ചോദ്യം റിനോടാണ്. ഖുർആനിൽ വെറും കാൽപ്പനിക കഥകളും തത്വശാസ്ത്രവുമാണ്. സയൻസിനെ മാത്രമാണ് മനുഷ്യർ പിൻപറ്റേണ്ടത്. ഫിലോസഫിയും ഖുർആനും തങ്ങൾ ഈ ആധുനിക കാലത്ത് അംഗീകരിക്കാൻ നിർവാഹമില്ല. സഹോദരെ, സയൻസ് എന്ന അവസാന വാക്കെന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തം E=mc² ഉപയോഗിച്ച് ആറ്റമിക് ബോംബ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ആറ്റമിക് എനർജി ഉണ്ടാക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പറയൂ, നാം സയൻസിനോട് ഏതുണ്ടാക്കണമെന്ന് ചോദിച്ചാൽ സയൻസ് നമുക്ക് ഉത്തരം നൽകുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ ഖുർആൻ നമുക്ക് ഉത്തരം നൽകും. മനുഷ്യരാശിയുടെ സർവനാശത്തിന് കാരണമാകുന്ന ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കരുത്, എന്നാൽ ഉപകാരപ്രദമായുള്ള ആറ്റമിക് എനർജി ഉണ്ടാക്കാം. സ്നേഹം സയൻസ് കൊണ്ട് തെളിയിക്കാനാവില്ല, നിരീശ്വരവാദം പോലും സയൻസ് കൊണ്ട് തെളിയിക്കാനാവില്ല. വിശപ്പുള്ള മനുഷ്യൻ തന്നേക്കാൾ വിശപ്പുള്ള മനുഷ്യന് ഭക്ഷണം നൽകണമെന്ന് പറയുന്നത് ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ്? സഹോദരെ, ഇസ്ലാമും ഖുർആനും ഒരിക്കലും സയൻസിനെതിരെയല്ല. എന്നാൽ എല്ലാ കാര്യവും ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരില്ല. അടുത്ത ചോദ്യം മിൻഹയോടാണ്. ഇസ്ലാം ഖുർആനിൽ വെറും വെറുപ്പിന്റെ പ്രത്യശാസ്ത്രമാണ് വിളമ്പുന്നത്. ജൂതനോട് ക്രിസ്ത്യനോട് വെറുപ്പ് കാണിക്കുക, മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹം കാണിക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു വെറുപ്പുൽപാദന ഫാക്ടറി അല്ലേ? ഇസ്ലാം ഒരിക്കലും വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ മതമല്ല. ജൂതരോടോ ക്രിസ്ത്യാനികളോടോ വെറുപ്പില്ല, മറിച്ച് സഹിഷ്ണുതയാവുന്നു. ജൂത ക്രിസ്ത്യാനി സ്ത്രീകളെ മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എഴുന്നേൽറ്റ് നിന്ന് ബഹുമാനിച്ച പ്രവാചകനെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൽ കാണാൻ സാധിക്കുക.
ഇസ്രായേൽ ജൂതരുടെ വംശഹത്യയും കോളനി വാഴ്ചയുമാണ് അവരോടുള്ള പകയുടെ അധികാരം. അടുത്ത ചോദ്യം റിന്നയോടാണ്. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പടപ്പുകളാണെന്നാണ്. പിന്നെ എന്തിനാണ് ഒരു പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ യുക്തിവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമല്ലേ? റോഡിലൂടെ നടക്കുന്ന എല്ലാ സ്ത്രീകളെയും സംരക്ഷണം പുരുഷനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സ്വന്തം ഭാര്യയുടെ സംരക്ഷണാവകാശം ഭർത്താവിനാണ്. സ്വന്തം മകളുടെ സംരക്ഷണാവകാശം പിതാവിനാണ്. ആണിന് പെണ്ണിനേക്കാൾ മുൻഗണനയോ പിന്തലോ ഇല്ല. ആണും പെണ്ണും രണ്ട് അനിവാര്യതകളാണ്. ആണിനും പെണ്ണിനും അവരുടേതായ ധർമ്മങ്ങളുണ്ടെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. സ്വതന്ത്രമായി ജീവിക്കുന്ന ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് പോലും തന്റെ കാറിന്റെ ഡ്രൈവറായി നിയോഗിക്കുന്നത് തടിമിടുക്കുള്ള ഒരു ആണിനെയാണ്. ഭർത്താവിന്റെ സംരക്ഷണം മോശവും കൂടി കാണ്ടത് വളരെ ഭാര്യവും. ഈ ഇരട്ടത്താപ്പ് നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. അടുത്ത ചോദ്യം മിൻഹയോടാണ്. ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരായി ഗണിക്കുന്ന ഗാന്ധിജിയെയും മദർ തെരേസയെയും നിങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? അല്ലെങ്കിൽ അത് തികച്ചും അനീതിയല്ലേ? സ്വയം കാണുന്നതിന് മുമ്പ് മറ്റുള്ളവരെ കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഇക്കാലത്ത് സ്വന്തം സ്വർഗത്തെ പറ്റിയില്ല, അപരന്റെ സ്വർഗത്തെ പറ്റിയാണ് വേവലാതിപ്പെടുന്നത്. ഇസ്ലാമും ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം സ്വർഗത്തെ പറ്റി വേവലാതിപ്പെടാനാണ്. നാം പ്രബോധകരാണ്, വിധികർത്താക്കളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗവും നരകവും അതിൻ്റെ പ്രവേശനവും അള്ളാഹുവിൻ്റെ അധികാരത്തിലാവുന്നു. അതിൽ നമുക്ക് യാതൊരു അധികാരവുമില്ല. അടുത്ത ചോദ്യം റിന്നോടാണ്. വിഗ്രഹാരാധന തീർത്തും ഷിർക്കാണെന്ന് പറയുന്ന നിങ്ങളുടെ മതമായ ഇസ്ലാമിൽ അല്ലേ കൂടുതലും വിഗ്രഹാരാധകർ ഉള്ളത്? ഹജറുൽ അസ്വദും കഅബയും തീർത്തും വിഗ്രഹങ്ങളല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ 23 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാണ്? കഅബയെ എല്ലാ തരം വിഗ്രഹങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചത് എന്തിന്? ഇനി നിങ്ങൾ പ്രവാചകൻ സുജൂദ് ചെയ്തത് മണ്ണിലാണ്, അത് ഭൂമി പൂജയാണെന്ന് വാദിച്ചെന്ന് വന്നാൽ വിനാശകാലെ വിപരീത ബുദ്ധി. അവസാന ചോദ്യം മിൻഹയോട് തന്നെ. എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? കേട്ടാൽ വളരെ പ്രസക്തമായ ചോദ്യമായി തോന്നിയേക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സൃഷ്ടാവിനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ദൈവം എന്ന പ്രസക്തിക്ക് എന്തർത്ഥമാണുള്ളത്? ഇതൊരു അടിസ്ഥാനരഹിതമായ ചോദ്യമാണ്. കാരണം ഈ ലോകത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടാവണമെങ്കിൽ മറ്റൊന്നിലാലും സൃഷ്ടിക്കപ്പെടാത്ത യാതൊരു വിശദീകരണവും ആവശ്യമില്ലാത്ത ഒരു അസ്തിത്വം അതിന് പിന്നിൽ ഉണ്ടാവണം. അതാണ് അള്ളാഹു. എല്ലാ കാരണങ്ങൾക്കും അവസാനമാണവൻ. അസ്സലാമു അലൈക്കും.